പാകിസ്ഥാൻ മുഖേന അമേരിക്ക കൈമാറിയ 14 നിർദ്ദേശങ്ങൾ പഠിച്ചു വരികയാണെന്നും വൈകാതെ മറുപടി നൽകുമെന്നും ഇറാൻ. ഹോർമുസിലെ ഉപരോധവും നിയന്ത്രണവും ഉടൻ നീക്കം ചെയ്യുകയും ആണവ വിഷയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് US സമർപ്പിച്ച 14 അജണ്ട. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുക എന്നീ ആവശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ രാജ്യത്തെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്രമണം പുനരാരംഭിക്കാൻ അമേരിക്ക തുനിഞ്ഞേക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖലീബഫ് പറഞ്ഞു. കരാറിലെത്താൻ സാധ്യത വർദ്ധിച്ചതായും ഇറാൻ അതിന് തയ്യാറായില്ലെങ്കിൽ ഏറ്റവും കനത്ത ആക്രമണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചർച്ചാ സാധ്യതകൾക്കിടയിലും അമേരിക്ക മേഖലയിൽ യുദ്ധസന്നാഹം തുടരുകയാണ്. ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് രാത്രി യോഗം ചേരും. MCA നാസർ വിശദാംശങ്ങളുമായി. MCA, ഏറ്റവും ഒടുവിൽ ഇറാന് മുന്നിൽ വെച്ച അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങൾ ഇറാന് അംഗീകരിക്കാവുന്ന രീതിയിലുള്ളതാണോ? ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുക, ഇനിയും സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക തുടങ്ങി നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് സമ്മതിക്കാവുന്നതല്ലേ ഉള്ളൂ. സൂചനകളനുസരിച്ച്, സാധ്യതകളനുസരിച്ച് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം ഒരു വിരാമത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ MCA? സൈഫുദ്ദീൻ, പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ആശങ്കയും പിന്നിടുന്ന ഒരു ദിവസം കൂടിയാണ് കടന്നു പോകുന്നത്. ഇന്നലെ രാത്രി ആശങ്ക വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ഹോർമുസ് കടൽ തീരത്തേക്ക് ഒരു 3 അമേരിക്കയുടെ പടക്കപ്പലുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് അമേരിക്ക തന്നെ ഏകപക്ഷീയമായിട്ട് ഫ്രീഡം പ്രൊജക്റ്റ് തൽക്കാലം നിർത്തിവെക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. കാരണം അത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, കാരണം വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഈ ഫ്രീഡം പ്രൊജക്റ്റിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത്. പക്ഷെ അത് ആരംഭിച്ചു എന്ന് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം തന്നെ അതിൽ നിന്ന് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചേരുകയായിരുന്നു. കാരണം ലോകരാജ്യങ്ങളുടെ ഒന്നും പിന്തുണ ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ലഭ്യമായിട്ടില്ല. അതുമാത്രമല്ല, ശക്തമായിട്ടുള്ള ആക്രമണം തങ്ങൾ അമേരിക്കൻ പടക്കപ്പലുകൾക്കും അതോടൊപ്പം തന്നെ അമേരിക്കൻ പടക്കപ്പലുകളെ ഇവരുടെ സുരക്ഷയിൽ കടന്നു പോകുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്കും നേരെ ഉണ്ടാകുമെന്ന് ഇറാൻ സൈന്യവും മുന്നറിയിപ്പ് നൽകി. അങ്ങനെ അമേരിക്കയും ഇറാന്റെയും സൈന്യം നേർക്കുനേർ നിന്ന ഒരു ഘട്ടമായിരുന്നു ഇന്നലെ രാത്രി. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ തൽക്കാലം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത് താൽക്കാലികമായിട്ട് മാത്രമാണ് ആ പിന്മാറ്റം. നാവിക ഉപരോധം തുടരുമെന്നുകൂടി അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. തുടർന്നാണ് ഈ 14 അജണ്ട ഉൾപ്പെടുന്ന ഒരു നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇറാന് പാകിസ്ഥാൻ മുഖേന അമേരിക്ക കൈമാറിയിരിക്കുന്നത്. അതിൽ നേരത്തെ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു നിലപാട് തന്നെയാണ് ഈ 14 അജണ്ടയിൽ പ്രധാനമായിട്ടും മുൻതൂക്കം ലഭ്യമായിരിക്കുന്നത്. അതായത് തൽക്കാലം ഹോർമുസിന്റെ പ്രതിസന്ധി തീർക്കുക, അവിടെ നാവിക ഉപരോധം അമേരിക്ക പൂർണ്ണമായിട്ടും പിൻവലിക്കുകയും സൈന്യവും പിന്നെ പടക്കപ്പലുകളും അവിടെ നിന്ന് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഹോർമുസ് സ്വതന്ത്രമായി തുറക്കാനുള്ള ഒരു സൗകര്യം തങ്ങളും ഒരുക്കാമെന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അമേരിക്ക കൈമാറിയ നിർദ്ദേശത്തിൽ ആദ്യഘട്ടം എന്നതിലേക്ക് ഹോർമുസിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ഏറെക്കുറെ അമേരിക്ക തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഔദ്യോഗികമായിട്ട് ഈ 14 അജണ്ടകൾ എന്തൊക്കെയെന്ന കാര്യത്തിൽ അമേരിക്കയും ഇറാനും ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച ഈ 14 ആവശ്യങ്ങൾ തങ്ങൾ പഠിച്ചു വരികയാണ്. മിക്കവാറും നാളെ രാത്രിയോടുകൂടി പാകിസ്ഥാന് അത് സംബന്ധിച്ച ഒരു മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറാൻ വിദേശകാര്യ വക്താവ് തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അത് തങ്ങൾക്ക് അമേരിക്കക്ക് സ്വീകാര്യമാകുമോ എന്നതായിരിക്കും അടുത്ത ചോദ്യം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ അല്പം മുമ്പ് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ആണവ വിഷയത്തിൽ ഒരു നിലക്കുള്ള കോംപ്രമൈസിനും രാജ്യം തയ്യാറാവുകയില്ല. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് പൂർണ്ണമായിട്ടും അമേരിക്കക്ക് കൈമാറണം എന്നതുൾപ്പെടെ ഈ 14 ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു എന്നതാണ്. നേരത്തെ തന്നെ ഇറാൻ നിരാകരിച്ച ഒരു കാര്യമാണിത്. പുതിയൊരു സാഹചര്യത്തിൽ ഇറാൻ അത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. ആദ്യഘട്ടം എന്നതിലേക്ക് ഒരുപക്ഷെ ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായിട്ട് തുറക്കുന്ന ഒരു സാഹചര്യത്തിന് ഇറാൻ വഴങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലപ്പുറം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആണവ വിഷയത്തിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറം നീങ്ങാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിലയ്ക്കും അമേരിക്കയ്ക്ക് മുമ്പാകെ കീഴടങ്ങില്ല എന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും വരും നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ അമേരിക്ക? ഇപ്പോ ആക്രമണം പുനരാരംഭിക്കാൻ അമേരിക്ക തുനിഞ്ഞേക്കുമെന്നൊരു ആശങ്ക ഇറാൻ പങ്കുവെക്കുന്നുണ്ടല്ലോ. അപ്പം ഇപ്പുറത്തെ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് ഉടൻ ചേരുമെന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഇസ്രായേലിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്?
സൈഫുദ്ദീൻ, നേരത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 48 മണിക്കൂർ സമയപരിധിയാണ് ഇപ്പോൾ ഒരു പ്രതികരണം നൽകാൻ, അനുകൂലമായോ പ്രതികൂലമായിട്ടുള്ള ഒരു പ്രതികരണം നൽകാൻ ഇറാന് അമേരിക്ക അനുവദിച്ചതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആക്സിയസ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങളാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്തായാലും കാര്യങ്ങൾ തങ്ങൾ വിലയിരുത്തി വരികയാണെന്ന് ഇറാന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ രാത്രിക്കകം തന്നെ ഒരു വിശദീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നൽകും. അത് അമേരിക്ക എത്ര കണ്ട് സ്വീകരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാ ലോകം ഒരുപക്ഷെ താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ ഒട്ടും ആശാവഹമല്ല. കാരണം ഇറാനിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനിയും തങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ട് ഒരു വെടിനിർത്തലിലേക്കോ ഒരു യുദ്ധവിരാമത്തിലേക്കോ അമേരിക്ക പോകുന്നതിനോട് തങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പം മുമ്പ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാത്രി ട്രംപുമായിട്ട് നേരിട്ട് താൻ ടെലിഫോണിൽ സംസാരിക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും ഏറെക്കുറെ ഏകോപന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഒരു തീർപ്പിൽ തങ്ങൾ എത്തിച്ചേരുക എന്ന് നെതന്യാഹു പറയുന്നുണ്ട്. ഇന്ന് രാത്രി നിർണായകമായിട്ടുള്ള സുരക്ഷാ സമിതി യോഗം നെതന്യാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിലായിരിക്കും അമേരിക്കയുമായി ചേർന്നുകൊണ്ട് തുടർ നീക്കങ്ങൾ സംബന്ധിച്ച ഒരു ധാരണയിൽ ഇസ്രായേൽ എത്തിച്ചേരുക. എന്തായാലും നിലവിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നതിനെ എല്ലാ അർത്ഥത്തിലും തുരങ്കം വെക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. സൈഫുദ്ദീൻ, എന്തായാലും വീണ്ടും നിർണായകമായ ആശങ്കാജനകമായ സംഭവവികാസങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ഏത് നിമിഷവും അമേരിക്ക പുനരാരംഭിച്ചേക്കാമെന്ന ആശങ്ക ഇറാന് മുന്നിലുണ്ട്. അപ്പോൾ ഈ യുദ്ധം ഏറ്റവും ഒടുവിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ചില നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ പാകിസ്ഥാൻ വഴി അമേരിക്ക വെച്ചിട്ടുള്ളത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. രാജ്യത്തെ ശിഥിലമാക്കാൻ കെൽപ്പുള്ള ചില നിർദ്ദേശങ്ങളാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് ഇറാൻ്റെ നിലപാട്. എന്തായാലും എന്താകും പുതിയ നിർദ്ദേശങ്ങളോടുള്ള ഇറാൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കങ്ങൾ? അങ്ങനെ അതിനെ എതിർക്കുകയാണെങ്കിൽ അമേരിക്ക അവിടെ അടുത്ത സ്റ്റെപ്പ് എല്ലാം പ്രധാനമാണ്, നിർണായകമാണ്. വരും നിമിഷങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം. ഹോർമൂസിലേക്ക് പ്രവേശിക്കുന്നതിനിടെയുണ്ടായ കനത്ത ഏറ്റുമുട്ടലും ഗൾഫിലേക്കുള്ള ആക്രമണവും ഹോർമൂസ് ഉപരോധം അവസാനിപ്പിക്കാൻ US-നെ പ്രേരിപ്പിച്ചതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ട്രംപിന്റെ നീക്കങ്ങളെ ഇറാൻ സംശയിക്കുകയാണ്. അടുത്തയാഴ്ച ചൈനയിലേക്ക് സന്ദർശനത്തിന് പോകാനിരിക്കെയാണ് ഹോർമൂസ് ഉപരോധം അവസാനിപ്പിക്കുന്നത്. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈനയോട് ട്രംപ് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസിലെ ഉപരോധം അവസാനിപ്പിക്കുന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഇറാന് സംശയങ്ങളുണ്ട്. ഇപ്പോഴും ഗൾഫ് മേഖലയിൽ യുദ്ധസന്നാഹം തുടരുകയാണ്. ട്രംപിന്റെ പിന്മാറ്റം എന്തുകൊണ്ട് എന്നതാണ് പ്രധാന ചോദ്യം. പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്താതെ ട്രംപ് പിന്മാറുമോ എന്നതും സംശയമായി നിലനിൽക്കുന്നു. വരുന്നയാഴ്ച ട്രംപ് ചൈനയിലേക്ക് പോകും. അവിടെ ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ചയാണ്. ഇറാൻ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ യുദ്ധസമയത്തും എത്തിച്ചത് ചൈനയിലാണ്. ഇതിനു പുറമെ സഹകരണ കരാറുകളുടെ ഭാഗമായി ഇറാനെ ചൈന യുദ്ധത്തിലുടനീളം പിന്തുണച്ചു. റഷ്യയും ചൈനയും കൂടെ നിന്നത് US-ന് യുദ്ധത്തിൽ തിരിച്ചടിയായിരുന്നു. ഭരണമാറ്റത്തിന് കഴിഞ്ഞില്ലെങ്കിലും യുറേനിയം ഇറാനിൽ നിന്നും പിടിച്ചെടുക്കാതെ മടങ്ങാൻ US-ന് സാധിക്കില്ല. ഇതിനാൽ ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കുവാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ചൈനയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നതാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നതും. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധാവസാനത്തിന് വഴിയൊരുക്കാൻ ഒരുപക്ഷെ ചൈനയ്ക്ക് സാധിക്കും. ഇതാണ് US-ന്റെ പ്രതീക്ഷ. ഇതിനു പകരമായി ചൈന എന്ത് ചോദിക്കുമെന്നതും പ്രധാനമാണെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണങ്ങൾക്കിടെ US കപ്പലുകൾ ഹോർമൂസിൽ കടന്നെന്നാണ് സെൻട്രൽ കമാൻഡിന്റെ അവകാശവാദം. ഇതോടെ ഗൾഫിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം തുടങ്ങി. അപകടം മണത്താണ് US പിന്മാറ്റമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ കരുത്തോടെ അവശേഷിപ്പിക്കുന്നത് US-ന് കനത്ത തിരിച്ചടിയാണ്. ഇതിനാൽ ഏതു സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ടെന്ന് ഇറാനിലെ മുതിർന്ന നേതാക്കൾ പ്രസ്താവനയിലൂടെ പറയുന്നു. ചൈനീസ് സന്ദർശനത്തിലും കാര്യമായ അത്ഭുതങ്ങളില്ലെങ്കിൽ ഇറാനിലെ US-ന്റെ അടുത്ത നീക്കം എന്താകുമെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. ഇതിനിടെ സൗദി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഖാർത്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ കുവൈത്ത് ശക്തമായി അപലപിച്ചു. ഇത് സുഡാന്റെ പരമാധികാരത്തിനും അന്താരാഷ്ട്ര നിയമത്തിനുമെതിരായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സിവിലിയൻ മേഖലകളെയും സുപ്രധാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അറിയിച്ചു. സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ജിദ്ദ പ്രഖ്യാപനം പാലിക്കണമെന്നും കുവൈത്ത് ആവശ്യപ്പെട്ടു. സുഡാന്റെ ഐക്യത്തിനും സ്ഥിരതയ്ക്കും കുവൈത്ത് പിന്തുണ ആവർത്തിച്ചു. പ്രശ്നപരിഹാരത്തിനായി എല്ലാ കക്ഷികളും സമാധാനപരമായ സംഭാഷണത്തിന് തയ്യാറാകണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കി ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരേക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളും സംഘർഷാവസ്ഥയും ചർച്ചയായി. നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് വേഗത കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയായി. സമാധാനത്തിനും സുരക്ഷയ്ക്കും രാജ്യാന്തര നിയമങ്ങൾക്കനുസൃതമായുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ഇരു രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു. കുവൈറ്റിൽ എണ്ണവില ബാരലിന് $3.95 ഉയർന്നു. ഇതോടെ ഒരു ബാരൽ എണ്ണയുടെ വില $123.38 കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷനാണ് പുതിയ വില പുറത്തുവിട്ടത്. അതേസമയം ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില താഴ്ന്നു. US വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് എണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. യുദ്ധ പശ്ചാത്തലത്തിലും സൗദി അറേബ്യയിലെ ബിസിനസ് രംഗം ഏപ്രിൽ വളർച്ചയിലേക്ക് തിരിച്ചു വന്നു. വിദേശത്തേക്കുള്ള കയറ്റുമതി ഇടിഞ്ഞെങ്കിലും ആഭ്യന്തര ഓർഡറുകൾ കുത്തനെ വർദ്ധിച്ചു. വിലകൾ വേഗത്തിൽ വർദ്ധിച്ചതും ഷിപ്പിംഗ് പ്രശ്നങ്ങളും തുടരുന്നത് വലിയ നേട്ടത്തിന് തടസ്സമായി നിന്നതായും സാമ്പത്തിക സർവേകൾ ചൂണ്ടിക്കാട്ടും. ക്രൂഡ് ഓയിൽ അല്ലാത്ത മേഖലകളിൽ സൗദി അറേബ്യയിൽ ഏപ്രിൽ മാസത്തിൽ വളർച്ചയുണ്ടായെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ സാമ്പത്തിക സർവേ. റിയാദ് ബാങ്കിന്റെ പ്രധാന സൂചിക മാർച്ചിലെ 48.8 നിന്ന് ഏപ്രിലിൽ 51.5 ഉയർന്നു. 50 മുകളിലാണെങ്കിൽ ബിസിനസ് വളരുന്നു എന്നാണ് അർത്ഥം. ആഭ്യന്തര ഉപഭോക്താക്കളുടെ ഡിമാൻഡ് കൂടിയതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായത്. പുതിയ ഓർഡറുകൾ ഇതോടെ വേഗത്തിൽ വർദ്ധിച്ചു. എന്നാൽ വിദേശ ഓർഡറുകൾ ഇടിയുകയും ചെയ്തു. ഷിപ്പിംഗിലെ വെല്ലുവിളികളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായത്. മാർച്ചിൽ കുറഞ്ഞ ഉൽപാദനം ഏപ്രിലിൽ വീണ്ടും മെച്ചപ്പെട്ടു. എങ്കിലും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഏപ്രിലിൽ അനുഭവപ്പെട്ട വിലക്കയറ്റം ശക്തമാണ്. ഡിമാൻഡ് ഏറിയതോടെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും ഗതാഗത ചിലവും കൂടി. ഇതോടെ കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വിലയും കൂട്ടി. 2 വർഷത്തിനിടെ ആദ്യമായി വാടകയ്ക്ക് കമ്പനികൾ എടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണത്തിലും കുറവ് വന്നു. എങ്കിലും യുദ്ധം അവസാനിക്കുന്നുവെന്ന പ്രതീക്ഷയിൽ ബിസിനസ്സുകാരും പ്രതീക്ഷയിലാണെന്ന് റോയിട്ടേഴ്സ് ഉൾപ്പെടെ വിവിധ കമ്പനി മേധാവികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ പൊതുവിൽ ബാധിക്കുമെങ്കിലും സൗദി അറേബ്യയെ അത്രക്ക് ബാധിക്കില്ലെന്നായിരുന്നു അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രവചനം. ഇത് ശരിവെക്കുന്നതാണ് പുതിയ റിപ്പോർട്ടും. മറ്റു വഴികളിലൂടെ വ്യാപാരം തുടരാനും സ്വന്തം വ്യവസായം ശക്തമായി നിലനിർത്താനുമുള്ള കഴിവ് സൗദി അറേബ്യക്ക് ഉണ്ടായെന്നും IMF ചൂണ്ടിക്കാട്ടുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. കുവൈത്ത് ബാങ്കുകൾക്ക് യുദ്ധ സാഹചര്യങ്ങളിലെ സാമ്പത്തിക ആഘാതങ്ങൾ നേരിടാൻ മതിയായ ശേഷിയുണ്ടെന്ന് ഹിച്ച് റേറ്റിംഗ്സ് റിപ്പോർട്ട്. ബാങ്കുകളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥിരതയോടെ തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശക്തമായ മൂലധനവും ഉയർന്ന ലിക്വിഡിറ്റിയും ബാങ്കിംഗ് മേഖലയെ സുരക്ഷിതമാക്കുമെന്നുമാണ് വിലയിരുത്തൽ. വായ്പാ നഷ്ടസാധ്യതകൾ വർദ്ധിച്ചാലും ബാങ്കുകൾ ലാഭകരമായി തുടരാനാകുമെന്ന് ഫിച്ച് വ്യക്തമാക്കി. സർക്കാരിൻ്റെയും കുവൈത്ത് സെൻട്രൽ ബാങ്കിൻ്റെയും പിന്തുണയും മേഖലയ്ക്ക് കരുത്താകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സമ്മർദ്ദഘട്ടങ്ങളിലും കുവൈത്ത് ബാങ്കുകൾ പ്രതിരോധശേഷി തെളിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സൗദിയിൽ ഭിന്നശേഷിക്കാർക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ വിസ ഇഖാമ ഫീസുകൾ സർക്കാർ വഹിക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഭിന്നശേഷിക്കാർക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനുള്ള ചിലവ് ഗവൺമെന്റ് വഹിക്കുമെന്നതാണ് ആനുകൂല്യം. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ആനുകൂല്യങ്ങൾക്ക് അംഗീകാരം നൽകിയത്. ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുള്ള വിസ, എക്സിറ്റ് റീ എൻട്രി, ഇക്കാമ ഫീസ് തുടങ്ങി എല്ലാ ഫീസുകളും ഇനി മുതൽ സർക്കാർ വഹിക്കും. മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അംഗീകരിച്ച ഗാർഹിക തൊഴിലുകൾക്കാണ് ആനുകൂല്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ് നിയമം നടപ്പിലാക്കുന്നത്. സാബിത് സലീം, മീഡിയ 1, മക്ക. പ്രതിരോധ സൈനിക നിർമ്മാണ മേഖലയിൽ ചരിത്ര നീക്കവുമായി UAE. രാജ്യത്ത് പുതിയ ഡിഫൻസ് ഫ്രീ സോൺ പ്രഖ്യാപിച്ചു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നീക്കം. പ്രാദേശികമായി ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും നിർമ്മിക്കുന്നതിനും ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിനും ഡിഫൻസ് ഫ്രീ സോൺ UAEക്ക് കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. സൈനിക നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആഗോള കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും അത്യാധുനിക സൗകര്യങ്ങളോടെ UAEയിൽ തങ്ങളുടെ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഇതിലൂടെ സാധിക്കും. അൽസൽമിയ എന്ന പേരിലാകും ഫ്രീ സോൺ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ തവാസുൻ കൗൺസിലും അബുദാബി പോർട്ട് ഗ്രൂപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആയുധങ്ങൾ, ഡ്രോണുകൾ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ UAE ആഗോള ഹബ്ബാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം.
മെയ്ഡ് ഇൻ UAE എന്ന ബ്രാൻഡിൽ പ്രതിരോധ സാമഗ്രികൾ ലോകവിപണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് പദ്ധതി കരുത്തുപകരും. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിനൊപ്പം തന്നെ എണ്ണയിതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള UAEയുടെ സാമ്പത്തിക നയങ്ങൾക്കും നീക്കം മുതൽക്കൂട്ടാകും. മീഡിയ 1 അബുദാബി. ജസീറ എയർവേസ് കുവൈത്തിൽ നിന്ന് മിലാൻ റൂട്ട് ഉൾപ്പെടെ പുതിയ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഈദ് അവധിക്കാലത്തോടനുബന്ധിച്ച് 38 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകളാണ് പ്രഖ്യാപിച്ചത്. ടെർമിനൽ 5 നിന്ന് 11 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകളും പുനരാരംഭിച്ചു. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലായി 17 രാജ്യങ്ങളിലേക്കാണ് സർവീസുകൾ. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാനുഭവം ഉറപ്പാക്കുമെന്ന് ജസീറ എയർവേസ് അധികൃതർ അറിയിച്ചു. സൗദിയിൽ മലയാളികൾക്ക് നേരെയും നിരവധി സൈബർ തട്ടിപ്പ് ശ്രമങ്ങൾ. ATM, ഇക്കാമ തുടങ്ങിയവയുടെ നമ്പറുകൾ ആവശ്യപ്പെട്ടാണ് കോളുകളിൽ ഭൂരിഭാഗവും. മലയാളികളടക്കം നിരവധി പേരാണ് ഇത്തരം കെണികളിൽ വീണുപോകുന്നത്. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി മുന്നറിയിപ്പുകൾ സൗദി ഭരണകൂടം നിരന്തരം പുറത്തിറക്കുന്നുണ്ട്. സൗദിയിലും സൈബർ തട്ടിപ്പ് ശ്രമങ്ങൾ പെരുകുകയാണ്. മലയാളികളടക്കം നിരവധി പേരാണ് ഇത്തരം ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നത്. ATM, ഇക്കാമ തുടങ്ങിയവയുടെ നമ്പറുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോളുകളിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ ദിവസം റിയാദിലെ മറ്റൊരു മലയാളിക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്നാണെന്ന് പറഞ്ഞു. എൻ്റെ ATM കാർഡ് എവിടെയാണ് അവസാനമായിട്ട് യൂസ് ചെയ്തതെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിവിടെ ATM കാർഡ് ഇല്ല. അവർ ആ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് 3 തവണ ചോദിച്ചു. 3 തവണ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അതിനുശേഷം ഇക്കാമ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഇക്കാമ ഇല്ല, ഞാനിവിടെ പുതിയതായിട്ട് എത്തിയതേ ഉള്ളൂ. ആക്ച്വലി ഞാനിവിടെ ഒരു 4 വർഷമായിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതും ആ ഒരു കോള് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു. ബലദിയയിൽ നിന്നുള്ള ഫൈൻ എന്ന രീതിയിലായിരുന്നു യുവാവിന് മെസ്സേജ് ലഭിച്ചത്. സൈബർ സുരക്ഷയ്ക്കായി രാജ്യം ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇത്തരം കോളുകളോ തട്ടിപ്പ് ശ്രമങ്ങളോ നേരിടുന്നവർക്ക് അബ്ഷർ പ്ലാറ്റ്ഫോമോ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ പരാതിപ്പെടാം. സൗദി നാഷണൽ സൈബർ സെക്യൂരിറ്റി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാലും സഹായം ലഭ്യമാകും. 999, 937, 911 എന്നീ ടോൾ ഫ്രീ നമ്പറുകളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ നേരിടുന്നവർ സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ പരമാവധി തെളിവുകൾ ഉണ്ടാക്കി ബന്ധപ്പെട്ടവരെ ഉടൻ തന്നെ വിവരമറിയിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് 3 വർഷം വരെ തടവും 5000 റിയാൽ വരെ പിഴയും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ബ്ലാക്ക്മെയിൽ, അപകീർത്തിപ്പെടുത്തൽ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയവ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങളോ വീഡിയോകളോ ശബ്ദരേഖകളോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. മിസ്സിംഗ് ലിങ്ക് എന്ന പേരിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളോ അധ്യാപകരോ ഉൾപ്പെടെയുള്ള സ്കൂൾ സമൂഹത്തെയോ പൊതുസമൂഹത്തെയോ ലക്ഷ്യമിട്ടുള്ള അപവാദ പ്രചരണങ്ങൾക്ക് 30 ദിവസം വരെ തടവും 3000 ഒമാനി റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങളോ വീഡിയോകളോ ശബ്ദരേഖകളോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ പോലും സമ്മതമില്ലാതെ അവ പരസ്യപ്പെടുന്നത് സ്വകാര്യതാ ലംഘനമായി കണക്കാക്കും. ഇൻ്റർനെറ്റ് വഴിയുള്ള ബ്ലാക്ക്മെയിലിംഗ്, അപകീർത്തിപ്പെടുത്തൽ, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് സൈബർ കുറ്റകൃത്യ നിരോധന നിയമത്തിലെ 16-ാം ആർട്ടിക്കിൾ പ്രകാരം 3 വർഷം വരെ തടവും 5000 ഒമാനി റിയാൽ വരെ പിഴയും ലഭിക്കാം. സോഷ്യൽ മീഡിയ വഴിയുള്ള ഏതു തരത്തിലുള്ള അധിക്ഷേപങ്ങളും നിരീക്ഷണത്തിലാണെന്നും നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. മീഡിയ 1, മസ്കത്ത്. ഓൺലൈൻ ഉള്ളടക്കം ബ്ലോക്ക് ചെയ്യാനോ അൺബ്ലോക്ക് ചെയ്യാനോ ഇനി കുവൈത്തിൽ ഉപയോക്താക്കൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയാണ് പുതിയ സേവനം പ്രഖ്യാപിച്ചത്. ഇതോടെ പൊതു താൽപ്പര്യത്തിന് വിരുദ്ധമായ ഡിജിറ്റൽ ഉള്ളടക്കം തടയാൻ ഇതിലൂടെ അപേക്ഷ സമർപ്പിക്കാനാകും. തെറ്റായി ബ്ലോക്ക് ചെയ്ത ഉള്ളടക്കം അൺബ്ലോക്ക് ചെയ്യാനും സൗകര്യമുണ്ട്. രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്ന തരത്തിൽ ഡിജിറ്റൽ ഉള്ളടക്കം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. സിട്രയുടെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. UAEയുടെ അത്യാധുനിക യാത്രാ ട്രെയിൻ പദ്ധതിയായ ഇത്തിഹാദ് റെയിലിന്റെ ആദ്യ പാസഞ്ചർ സ്റ്റേഷൻ ഫുജൈറയിൽ സജ്ജമായി. ഫുജൈറ ഭരണാധികാരി സ്റ്റേഷൻ സന്ദർശിച്ച സൗകര്യങ്ങൾ വിലയിരുത്തി. അതിനിടെ റെയിലിന്റെ ആദ്യഘട്ട പാസഞ്ചർ സർവീസ് ഈ വർഷം തന്നെ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. റോബോട്ടിക് മെഷീനുകൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളാണ് ഇത്തിഹാദ് പാസഞ്ചർ സ്റ്റേഷനുകളിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത്. ടിക്കറ്റ് വിതരണത്തിനായി മെഷീനുകളും പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ QR കോഡ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഫുജൈറ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ്
കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് എന്നിവർ സ്റ്റേഷൻ സന്ദർശിച്ച ഫുജേറിൽ നിന്ന് ബത്നയിലേക്ക് ട്രെയിൻ യാത്ര നടത്തി. ഇത്തിഹാദ് റെയിൽ ചെയർമാൻ ഷെയ്ഖ് തിയ ബിൻ മുഹമ്മദ് ബിൻ സായിദും യാത്രയിൽ പങ്കാളിയായി. അതേസമയം ഇത്തിഹാദ് റെയിലിന്റെ ആദ്യഘട്ട പാസഞ്ചർ സർവീസ് ഈ വർഷം തന്നെ തുടങ്ങുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥ അദ്രാൽ മൻസൂരി വെളിപ്പെടുത്തി. പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുത്തതായും നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ പാസഞ്ചർ യാത്ര ഈ വർഷം തന്നെ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ര പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അബുദാബി, ദുബായ്, ഫുജേറ എന്നീ നഗരങ്ങളെയാണ് റെയിൽ ബന്ധിപ്പിക്കുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ട്രെയിനിൽ ഇക്കണോമി, ബിസിനസ് ക്ലാസുകൾ ഉണ്ടാകും. മീഡിയ 1 ഫുജേറ. അടിയന്തര മെഡിക്കൽ ദൗത്യങ്ങളിൽ നിർണായക ചുവടുവെപ്പാകുന്ന ദീർഘദൂര എയർ ആംബുലൻസ് അവതരിപ്പിച്ച് UAE. മലയാളി കമ്പനിയാണ് എയർ ആംബുലൻസ് അവതരിപ്പിച്ചത്. 7400 കിലോമീറ്റർ ദൂരം വരെ നിർത്താതെ പറന്നെത്താൻ ശേഷിയുള്ളതാണ് ആംബുലൻസ്. നടക്കുന്ന മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് എക്സിബിഷനിൽ റെസ്പോൺസ് പ്ലസ് ഹോൾഡിംഗ്സ് എന്ന മലയാളി കമ്പനിയാണ് ICU സൗകര്യങ്ങളോട് കൂടിയ അത്യാധുനിക എയർ ആംബുലൻസ് സർവീസ് പ്രഖ്യാപിച്ചത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി ലോകത്തിന്റെ ഏത് കോണിലേക്കും പറന്നെത്താൻ ശേഷിയുള്ള ദീർഘദൂര എയർ ആംബുലൻസ് ആണ് അവതരിപ്പിച്ചത്. UAE-യിൽ നിന്ന് യാത്രാ തടസ്സങ്ങളില്ലാതെ US-ലേക്കോ യൂറോപ്പിലേക്കോ ഏഷ്യയിലെ ആശുപത്രികളിലേക്കോ കൊണ്ടുപോകാൻ എയർ ആംബുലൻസിന് സാധിക്കുമെന്ന് റെസ്പോൺസ് പ്ലസ് ഹോൾഡിംഗ് CEO ഡോക്ടർ രോഹിൽ രാഘവൻ പറഞ്ഞു. This is a company from India that has done more than 2,500 evacuations, 365 ECMOs. So we wanted to bring that expertise into Abu Dhabi, and we are the first air evacuation company based from Abu Dhabi. So what we do, we take patients in private aircrafts from here to US, Germany, wherever it's required according to the DOH requirements. We also have another wing that looks after patients who are sent in commercial aircrafts. അടിയന്തര വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള രോഗികളെ സംബന്ധിച്ച് ദീർഘദൂര എയർ ആംബുലൻസ് സംവിധാനം വലിയ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 അബുദാബി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ കണ്ണൂർ വഴിയുള്ള തീർത്ഥാടകരുടെ വരവ് ആരംഭിച്ചു. ഇന്നലെ പുലർച്ചെ പുറപ്പെട്ട വിമാനം സൗദി സമയം 11 മണിയോടെ ജിദ്ദയിലെത്തി. കേരളത്തിൽ നിന്നുള്ള 6000-ഓളം തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ 5-ന് പുറപ്പെട്ട വിമാനം സൗദി സമയം 10:30-യോടെ ജിദ്ദ ഹജ്ജ് ടെർമിനലിലെത്തി. 349 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിൽ കണ്ണൂർ വഴി എത്തിയത്. സൗദിയുടെ വിമാന കമ്പനിയായ ഫ്ലൈ അദീലാണ് സർവീസ് നടത്തുന്നത്. 4279 പേരാണ് കണ്ണൂർ എംബാർക്കേഷൻ വഴി ഹജ്ജിനെത്തുക. മെയ് 14 വരെ 13 വിമാനങ്ങൾ ഇതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനവും അല്പസമയം മുമ്പ് പുറപ്പെട്ടു. ഇന്നെത്തിയ തീർത്ഥാടകരെ അസീസിയയിലെ 804, 815 നമ്പർ കെട്ടിടങ്ങളിലാണ് താമസമൊരുക്കിയത്. കൊച്ചിയിൽ നിന്നുൾപ്പെടെ 6000-ഓളം മലയാളി ഹാജിമാർ ഇതുവരെ മക്കയിലെത്തി. കോഴിക്കോട് നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് ഈ മാസം 14 മുതൽ ആരംഭിക്കും. സാബിത് സലീം, മീഡിയ 1 മക്ക. ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ യുക്രൈന്റെ സാങ്കേതിക വിദ്യയും സുരക്ഷാ വൈദഗ്ധ്യവും ബഹ്റൈനുമായി പങ്കുവെക്കാൻ വഴിയൊരുങ്ങുന്നു. ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ബഹ്റൈൻ ഭരണാധികാരികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ വിഷയത്തിൽ ചർച്ച നടന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായും കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ മേഖലയിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതും ചർച്ചയായത്. സെലൻസ്കിയെ ഊഷ്മളമായി സ്വാഗതം ചെയ്ത ഹമദ് രാജാവ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ബഹ്റൈനുമായി ഡ്രോൺ മേഖലയിലുള്ള സാങ്കേതിക വിദ്യ പങ്കുവെക്കുന്ന കരാറിൽ ഒപ്പിടാനുള്ള താൽപര്യം ഉക്രൈൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയിൽ പ്രകടിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ഇറാൻ നിർമ്മിത ഷഹീദ് ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ ഉക്രൈൻ കൈവരിച്ച നേട്ടം ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിൽ ഡ്രോൺ ആക്രമണ ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉക്രൈന്റെ ഈ നീക്കം ബഹ്റൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തു പകരും. തന്റെ രാജ്യം ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും സമാനമായ ഭീകരാക്രമണങ്ങൾ നേരിടുന്നുണ്ടെന്നും പൂർണ്ണതോതിലുള്ള പ്രതിരോധത്തിന് ഉക്രൈൻ ജനതയ്ക്ക് മികച്ച അനുഭവ സമ്പത്തുണ്ടെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു. ഈ സുരക്ഷാ വൈദഗ്ധ്യം ബഹ്റൈനുമായി പങ്കുവെക്കാനും ജനങ്ങളുടെ സംരക്ഷണം കൂടുതൽ ശക്തമാക്കാനായി സഹായിക്കാനും ഉക്രൈൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. മീഡിയ 1 ഒമാൻ ഒരുക്കുന്ന ലുലു സ്റ്റാർ ഷെഫ് പാചക മത്സരം മെയ് 15-ന് മസ്കത്തിലെ മാൾ ഓഫ് മസ്കത്തിൽ നടക്കും. 3 വിഭാഗങ്ങളിലായി നടക്കുന്ന പാചക മത്സരത്തിന്റെ രജിസ്ട്രേഷന് തുടക്കമായി. 1500 റിയാലിലധികം വിലമതിപ്പുള്ള സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്.
ഒമാനിലെ പാചകപ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുക്കിംഗ് കോമ്പറ്റീഷനാണ് മീഡിയ 1 ലുലു സ്റ്റാർ ഷെഫ്. കഴിഞ്ഞ സീസണിൽ 100-ലേറെ പേരാണ് ഒമാനിലെ സ്റ്റാർ ഷെഫ് ആവാൻ മത്സരിച്ചത്. സ്റ്റാർ ഷെഫിന് പുറമെ കുട്ടി പാചക വിദഗ്ധരെ കണ്ടെത്താനുള്ള ജൂനിയർ ഷെഫ്, ഹോം ബേക്കേഴ്സിനുള്ള കേക്ക് ഡെക്കറേഷൻ മത്സരങ്ങളും അരങ്ങേറും. മത്സരത്തിൽ പങ്കെടുക്കാൻ പാചക നൈപുണ്യം തെളിയിക്കുന്ന കുക്കിംഗ് വീഡിയോ 97059770 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫൈനൽ പോരാട്ടത്തിൽ മാറ്റുരക്കാം. ഫാമിലി ഫസ്റ്റ് ആയിട്ടാണ് ഒമാനിൽ നടക്കാൻ പോകുന്നത്. കുക്കിംഗ് റിലേറ്റഡ് കോമ്പറ്റീഷനുകളായിട്ടുള്ള സ്റ്റാർ ഷെഫ്, ജൂനിയർ ഷെഫ്, കേക്ക് ഡെക്കറേഷൻ പോലുള്ള മത്സരങ്ങൾക്ക് പുറമെ തീറ്റ മത്സരം, അത് വ്യത്യസ്ത GCC രാജ്യങ്ങളിൽ വളരെ ആകർഷകമായി നടന്ന പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഹെന്ന കോമ്പറ്റീഷൻ, ഡ്രോയിങ്, കളറിംഗ് കോമ്പറ്റീഷനുകൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളോടെയാണ് ഈ വർഷത്തെ സ്റ്റാർ ഷെഫിൻ്റെ ഒമാൻ എഡിഷൻ ഈ മാസം 15-ന് നടക്കാൻ പോകുന്നത്. സെലിബ്രിറ്റി ഷെഫ് പിള്ള, അവതാരകൻ രാജ് കലേഷ് തുടങ്ങിയവർ അതിഥികളായി എത്തും. ഷെഫ് പിള്ളയുടെ ലൈവ് കുക്കിംഗ് വീഡിയോയും സംശയ നിവാരണത്തിനുള്ള പ്രത്യേക സെഷനും പരിപാടിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. പാചക മത്സരങ്ങൾക്ക് പുറമെ പൊറോട്ട തീറ്റ മത്സരമാണ് സ്റ്റാർ ഷെഫ് സീസൺ 2-ന്റെ മറ്റൊരാകർഷണം. കുട്ടികൾക്കായി ഡ്രോയിങ്, കളറിംഗ് മത്സരങ്ങൾ, ഹെന്ന കോമ്പറ്റീഷൻ, മുട്ടിപ്പാട്ട്, അറബിക് ഡാൻസ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും ഇപ്രാവശ്യത്തെ സ്റ്റാർ ഷെഫിൻ്റെ മാറ്റുകൂട്ടും. മീഡിയ 1 മസ്കത്ത്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ശേഖരം പിടികൂടി ഒമാൻ കസ്റ്റംസ്. തായ്ലൻഡ് സ്വദേശിയിൽ നിന്നാണ് 4.384 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. ബാഗിനുള്ളിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ തുടങ്ങിയതായും കസ്റ്റംസ് അറിയിച്ചു. കുവൈറ്റിലെ മുബാറക്കിയയിലെ സ്വർണ്ണക്കടകൾക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പിഴ ചുമത്തി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 84 സ്വർണ്ണക്കടകളിൽ പരിശോധന നടത്തിയതായി അധികൃതർ അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ചട്ടങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് 47 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. പണമിടപാട് നിയന്ത്രണ ലംഘനങ്ങളും ഉപഭോക്തൃ വിവര പരിശോധനയിലെ വീഴ്ചകളും കണ്ടെത്തിയതായും അധികൃതർ വ്യക്തമാക്കി. സംശയാസ്പദ ഇടപാടുകൾ ബന്ധപ്പെട്ട വിഭാഗങ്ങളെ അറിയിക്കാത്ത കേസുകളും പരിശോധനയിൽ കണ്ടെത്തി. മലപ്പുറത്ത് നിന്നും പന്ത് തട്ടി സൗദി പ്രോ ലീഗ് വരെ എത്തിയ എടക്കര സ്വദേശി മെഹ്ദി മനാൽ ഫുട്ബോൾ പ്രേമികളുടെ ആവേശമാകുന്നു. റിയാദ് അസിസ്റ്റ് ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടിയാണ് കുട്ടി താരം നിലവിൽ ബൂട്ട് കെട്ടുന്നത്. റിയാദിലെ യാറ ഇന്റർനാഷണൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മെഹ്ദി. റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരിയുടെ റിപ്പോർട്ടാണ്. മണ്ണും മുതലും തലമുറകളായി കൈമാറും പോലെ മലപ്പുറത്തുകാർ മറക്കാതെ പകർന്നു നൽകുന്നതാണ് കാൽപന്തു കളിയുടെ ഊക്കും ഊർജവും. അതുകൊണ്ട് തന്നെയാണ് പുതിയ ജൻസി യുവത്വങ്ങളടക്കം കാൽപന്തിന്റെ പുറകെ അന്തം വിട്ടോടുന്നത്. മലപ്പുറത്തുകാർക്ക് കളി വെറും നേരം പോക്ക് മാത്രമല്ല, അതിൽ കളിയിലേറെ കാര്യമുണ്ട്, അതിലേറെ ജീവിത കഥകളും. മലപ്പുറത്തു നിന്നും പന്ത് തട്ടി ഇപ്പോൾ പ്രോ ലീഗ് വരെ എത്തിയ ഒരു മലപ്പുറംകാരൻ്റെ പേര് മെഹദി മനാൽ എന്നാണ്. മെഹദി മനാലിലെ കളി കാണാൻ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. മെഹദി മനാൽ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. മെഹദി മനാൽ ബാ, അൽ ഹിലാലിൻ്റെ കൂടെയാണ് ഇന്ന് കളിക്കുന്നത് അല്ലേ? അൽ ഹിലാലിനെതിരായിട്ടാണ് ഇന്ന് കളിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് കളിയിൽ നല്ല എഫേർട്ട് എടുത്തിരുന്നു, പക്ഷേ ഞങ്ങൾ തോറ്റുപോയി. 3-1 തോറ്റുപോയി അല്ലേ? സാരില്ല അല്ലേ? അടുത്ത കളി നമ്മൾ പിടിക്കും. ഹിലാലിനോടൊക്കെ എതിരാണല്ലോ നിന്നല്ലേ? അതും മാത്രമല്ല പ്രോ ലീഗിലൊക്കെ കളിച്ചല്ലോ അല്ലേ? പ്രോ ലീഗിൽ നമ്മളിപ്പോൾ സെമി ഫൈനൽ വരെ എത്തി. തോറ്റുപോയി അല്ലേ? സങ്കടമുണ്ട്. കരഞ്ഞ് മലപ്പുറത്തിന്റെ ചുവന്ന മണ്ണിൽ നിന്നും മെഹദി പന്ത് തട്ടിക്കേറിയത് സൗദി പ്രോ ലീഗ് അണ്ടർ 12-ലേക്കാണ്. അൽ ഹിലാൽ അടക്കമുള്ള എണ്ണം പറഞ്ഞ എതിരാളികൾ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എടക്കര മൂത്താടം ഭാഗത്താണ്. അവിടെ കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് ഈ ഫുട്ബോളിനോട് ഇങ്ങനെ കമ്പം തോന്നിയത്. എടക്കര ഒരു അക്കാഡമിയിൽ, എൻകാസ എന്നൊരു അക്കാഡമിയിൽ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യണത്. അസിസ്റ്റ് ഫുട്ബോൾ സ്കൂളിലെ സെലക്ഷൻ കിട്ടിയതോടെയാണ് മെഹദിയുടെ കളി കാര്യമാകുന്നത്. ഇന്ന് അൽ ഹിലാലിനോട് സെമി ഫൈനലിൽ പൊരുതിത്തോറ്റ മൈതാനത്ത് നിൽക്കുമ്പോൾ ഉള്ളു പിടയുന്നുണ്ടെങ്കിലും ആത്മവിശ്വാസം ഒട്ടും മങ്ങാതെയാണ് മെഹദിയുടെ സംസാരം. ഇപ്പോൾ ഇതാ ഞങ്ങൾ 11 മാച്ചോളം സൗദി പ്രോ ലീഗ് കളിച്ചിട്ട് ഒരു ലോസ് പോലും ഇല്ലാതെ ഞങ്ങൾ സെമി ഫൈനലിലെത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് സെമി ഫൈനലിൽ അൽ ഹിലാലിൻ്റെ കൂടെയായിരുന്നു.
മലപ്പുറത്തുകാരുടെ രക്തത്തിൽ കൂടെ ഒഴുകുന്നതാണ് പന്തും പന്തുകളി ആവേശവും. കളം നിറഞ്ഞു കളിച്ചിട്ടും കാലം മായ്ച്ച കളിക്കാർ ഏറെയുണ്ട് ആ മണ്ണിൽ. പിന്നെ ഈ മലപ്പുറം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പന്ത് കളി എന്ന് പറയണെങ്കിൽ നമ്മളെ രക്തത്തിൽ തന്നെ ഉണ്ട്. കൂട്ടുകാരാണ് മനാലിന്റെ ശക്തി. ചങ്കായും ചങ്കിലെ ചോരയായും മെഹദിയുടെ ചുറ്റും എപ്പോഴും ഈ കുട്ടിക്കൂട്ടത്തെ കാണാം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇവൻ ഈ സൗദി പ്രോ ലീഗിൽ തന്നെ ഇവനൊരു ടീമിൽ കളിക്കുന്നുണ്ട്. അതേ സെയിം ടീമിൽ തന്നെ ഇസ്മായിൽ എന്ന് പറഞ്ഞ കളിക്കുന്നുണ്ട്. ഇവൻ്റെ പേര് ഇഷാനാണ്. ഇവൻ ഷാസാനിൻ്റെ റിയാദ് സോക്കർ അക്കാഡമിയിൽ, എയ്സും റിയാദ് സോക്കർ അക്കാഡമിയിൽ തന്നെ. ഇവന് നല്ല പ്ലെയറാണ്. പിന്നെ ആതിഫ് കോച്ചിൻ്റെ ഇതിലാണ് അവനും വന്നത്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ഇന്ത്യൻ ടീമിനായി കളിക്കണമെന്ന്. അസിസ്റ്റ് ഫുട്ബോൾ സ്കൂളിലെ പരിശീലനം കടുപ്പമേറിയതാണ്. സ്വപ്നങ്ങൾക്ക് ബൂട്ടുകെട്ടാൻ മെഹദി ആ കടുപ്പം മധുരമാക്കി കുടിച്ചിറക്കുകയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ എബിലിറ്റിയും സ്ട്രെച്ചിങ് ഒക്കെ കറക്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പോകുള്ളൂ. നമ്മളെ സ്റ്റാമിന എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ബോൾ കൺട്രോളിങ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഞങ്ങളെ കോച്ച് ഞങ്ങളെ തരുള്ളൂ. പരിശീലകരുടെ ഇഷ്ട വിദ്യാർത്ഥിയാണ് മെഹദി മനാൽ. റിയാദ് സോക്കർ അക്കാദമി കോച്ച് ഷഹബാസ് മെഹദിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മെഹദിൻ്റെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മെഹദിൻ്റെ ഫാദറാണ്. ഫാദറിൻ്റെ ഡെഡിക്കേഷൻ, ഫാദർ വർക്കും കാര്യങ്ങളും എല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടാണ് മൂപ്പര് ഇതിന് വേണ്ടിയിട്ട് മെഹദിനെയും കൊണ്ട് ഒരുപാട് ഇവിടെ വരുന്നതും പോകുന്നതും. അപ്പോൾ മെഹദി മനാൽ പ്രോ ലീഗ് വരെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ഈ രണ്ട് മനുഷ്യരാണ്. മെഹദി മനാലിൻ്റെ ഉപ്പയാണിത്, ഉമ്മയാണ് ഇത്. തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്തു. അത്യാവശ്യം അവരെ മാക്സിമത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ചെറുപ്പം തൊട്ടേ കളിയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. കളിക്ക് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ. എൻ്റെ പേര് ഹിബ. നൗഫൽ. അപ്പോൾ കളിക്ക് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിപ്പം എന്തും ചെയ്യാം. എസ്പെഷ്യലി ഇതിൽ സ്പെഷ്യൽ താങ്ക്സ് ഇപ്പോൾ ആതിഫ്, റിയാദ് സോക്കർ അക്കാഡമിയുടെ ടീം മാനേജറും അതിൻ്റെ ഓണറൊക്കെ ആയിട്ടുള്ള ആതിഫിനോട് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ അതിന് മുന്നേ തന്നെ മീഡിയ വൺ പോലുള്ള ചാനലുകളൊക്കെ നടത്തുന്ന വലിയ ഇവൻറ്റുകൾ, അത് സ്പെഷ്യൽ താങ്ക്സ് മീഡിയ വണ്ണിനുണ്ട്. പിന്നെ സ്കൂൾ തലത്തിൽ നിന്ന് ലിയാഖത്ത് സാറ്, അവരെ വൈസ് പ്രിൻസിപ്പൾ, യാർ ഇൻ്റർനാഷണലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും മനാൽ വീണ്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് മലയാളികളുണ്ട്. ഫുട്ബോൾ ആണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും വളരെയധികം കഴിവുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരം ആളുകൾക്ക് ഈ മനാൽ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. റിയാദിൽ നിന്നും വിശാൽ ചെറുപ്പളശ്ശേരി, മീഡിയ വൺ. ഖത്തർ വീണ്ടും ഫുട്ബോൾ ആരവങ്ങളിലേക്ക്. രാജ്യത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റായ അമീർ കപ്പിന്റെ ഫൈനൽ ശനിയാഴ്ച നടക്കുകയാണ്. കലാശപ്പോരിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5:30 ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് അമീർ കപ്പിന്റെ ഫൈനൽ അരങ്ങേറുക. രാജ്യത്തെ പ്രമുഖ ക്ലബ്ബുകളായ അൽസദ്ദും അൽ ഗറാഫയുമാണ് കിരീട പോരാട്ടത്തിൽ കൊമ്പ് കോർക്കുന്നത്. മത്സര ദിവസം ഉച്ചയ്ക്ക് 2:30 സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകൾ തുറക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ടൂർണമെന്റിന്റെ 54ാം പതിപ്പാണ് ഇത്തവണത്തേത്. ഇന്ത്യക്കാർ അടക്കമുള്ള കാണികളെ ഫൈനൽ പോരാട്ടത്തിലേക്ക് ക്ഷണിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. We have great relationship with the Indian community. I've been participating in many of their events. They are really loving football and they have their own league, their own competition. So this is something that we really admire in Qatar Football Association. So for sure, since it's here in Qatar and we have more than one nationality here in Qatar, so they are all welcome to enjoy this carnival and enjoy the Qatari football. മത്സരത്തിന് മുന്നോടിയായി ഖത്തറിന്റെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്ന വിനോദ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ലൈവ് നറുക്കെടുപ്പിലൂടെ ഫുട്ബോൾ ആരാധകർക്ക് നിരവധി സമ്മാനങ്ങൾ നേടാനും അവസരമുണ്ട്. കാറുകൾ, ട്രാവൽ പാക്കേജുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ക്യാഷ് പ്രൈസുകൾ എന്നിവയാണ് വിജയികളെ കാത്തിരിക്കുന്നത്. മത്സരത്തിന്റെ ടിക്കറ്റുകൾ QFA വെബ്സൈറ്റിലോ tickets.roadtoqatar.qa എന്ന ലിങ്കിലോ ലഭ്യമാണ്. 10 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. അമീർ കപ്പിന്റെ കലാശപ്പോരിനായി ഖത്തറിലെ ഫുട്ബോൾ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഫൈനലിൽ ഫാൻ സോൺ അടക്കം നിരവധി ആക്ടിവിറ്റികൾ ആരാധകർക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സംഘാടക സമിതി വ്യക്തമാക്കുന്നത്. ദോഹയിൽ നിന്ന് അഷ്റഫ് ഒമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ.
ഈ വർഷം ആദ്യ 3 മാസത്തിൽ ഖത്തറിലെത്തിയ സഞ്ചാരികളുടെ എണ്ണത്തിൽ കുതിപ്പ്. ഇക്കാലയളവിൽ 11 ലക്ഷത്തിലേറെ സന്ദർശകരാണ് രാജ്യത്തെത്തിയത്. ഖത്തർ ടൂറിസമാണ് കണക്കുകൾ പങ്കുവച്ചത്. 2026 ജനുവരി മുതൽ മാർച്ച് വരെ 11.3 ലക്ഷം സന്ദർശകരാണ് ഖത്തർ കാണാനെത്തിയത്. ജനുവരിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സന്ദർശകർ, 6,46,000 പേർ. ഫെബ്രുവരിയിൽ 4,23,000 പേരും മാർച്ചിൽ 63,000 പേരും രാജ്യത്തെത്തി. ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത് GCC രാഷ്ട്രങ്ങളിൽ നിന്നാണ്, 36%. 4 ലക്ഷത്തിലേറെ സന്ദർശകർ. യൂറോപ്പാണ് രണ്ടാം സ്ഥാനത്ത്, 26.8%. 21.1% സഞ്ചാരികളുമായി ഏഷ്യ ഓഷ്യാനിയ മേഖലയാണ് മൂന്നാമത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഹലാബിസ്വൈഫ് അഥവാ വെൽക്കം സമ്മർ എന്ന പേരിൽ വേനൽക്കാലത്തെ വരവേൽക്കാനായി വിനോദ സാംസ്കാരിക പരിപാടികൾ രാജ്യത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ഖത്തർ ടോയ് ഫെസ്റ്റിവൽ ഉൾപ്പെടെ നിരവധി പരിപാടികളും വേനൽക്കാല സീസണിൽ അരങ്ങേറും. മാൾ ഓഫ് ഖത്തർ അടക്കമുള്ള രാജ്യത്തെ പ്രധാന മാളുകളിൽ വിനോദ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മീഡിയ 1 ദോഹ. ഒമാനിലെ പ്രമുഖ പഴം പച്ചക്കറി മൊത്ത വിതരണക്കാരായ അൽദല്ല ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് താക്കയിൽ പ്രവർത്തനം തുടങ്ങി. സലാലയിൽ 5ാമത്തെ ഔട്ട്ലെറ്റാണ് തുറന്നത്. സലാലക്കടുത്ത് താക്കയിൽ അൽവഫ സെന്ററിന് സമീപത്തായി ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഹാമിദ് മുഹമ്മദ് അസ്ലം അൽ ഷഹരിയാണ് നിർവഹിച്ചത്. ചെയർമാൻ കബീർ കടമലയും അലി ഈസ അലി മർദൂഫും പ്രത്യേക ക്ഷണിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കട്ട് ഫ്രൂട്ട്സും ഫ്രൂട്ട് ബാസ്ക്കറ്റും ഫ്രൂട്ട്സ് കാർവിങ്ങുമാണ് ഇവിടുത്തെ പ്രത്യേകത. ദോഫ റീജിയനിലെ നമ്മുടെ 5ാമത്തെ ബ്രാഞ്ചാണ്. അൽഹംദുലില്ലാ നല്ല റെസ്പോൺസാണ്. എല്ലാം ലോക്കൽസിൻ്റെ അകത്ത് എക്സ്പാൻസിൻ്റെ അകത്ത് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇൻഷാല്ലാ വിത്തിൻ 3 months നമ്മളൊരു 3 more ബ്രാഞ്ചസ് ഓപ്പൺ ആക്കുന്നുണ്ട് ദോഫ റീജിയനിൽ തന്നെ. ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും വിപുലമായ ശേഖരവുമുണ്ട്. 4 വെജിറ്റബിൾസിനും 4 ഫ്രൂട്ട്സിനും ഓഫർ ഇട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ ഓൾ കൈൻഡ്സ് ഓഫ് നട്ട്സ് ചോക്ലേറ്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖരും കമ്മ്യൂണിറ്റി നേതാക്കളും സംബന്ധിച്ചു. മീഡിയ 1 സലാല. ദോഹയിൽ ക്യൂ ട്രാക്ക് കലാകുടുംബം സംഘടിപ്പിക്കുന്ന സല്ലാപ സരിഗമ സംഗീത വിരുന്ന് നാളെ. ഗൾഫ് സിനിമയ്ക്ക് സമീപമുള്ള ഐബാക്ക് റെസ്റ്റോറൻറ്റിലാണ് പരിപാടി. വൈകുന്നേരം 6-ന് ആരംഭിക്കുന്ന പരിപാടിയിൽ ഗായകൻ റിയാസ് കരിയാട് മുഖ്യാതിഥിയാകും. നിരവധി ഗായകരാണ് നിരക്കും. വാർത്താ സമ്മേളനത്തിൽ ക്യൂ ട്രാക്ക് പ്രസിഡന്റ് EV റഹീം, ജനറൽ സെക്രട്ടറി സമീർ എന്നിവർ പങ്കെടുത്തു. ദോഹയിൽ മലയാളി വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരിച്ചു. കോഴിക്കോട് കുറ്റ്യാടി വളയന്നൂർ സ്വദേശി കാരപ്പാറ ജാഫർ സഫീന ദമ്പതികളുടെ മകൻ ഫനാറ മുഹമ്മദാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. MES ഇന്ത്യൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ഗൾഫ് മേഖലയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പറിന്റെ കുവൈത്തിലെ 49ാമത് ശാഖ ജഹ്റയിൽ പ്രവർത്തനം തുടങ്ങി. ഗ്രാൻഡ് ഹൈപ്പർ കുവൈത്ത് ചെയർമാൻ ജാസിം മുഹമ്മദ് ഖമീസ് അൽ ഷറഹ് ശാഖ ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരിയാണ് ആദ്യ വിൽപ്പന നിർവഹിച്ചത്. ആധുനിക സൗകര്യങ്ങളോടെയും വിപുലമായ ഷോപ്പിംഗ് സംവിധാനങ്ങളോടെയുമാണ് പുതിയ ശാഖ ഒരുക്കിയിരിക്കുന്നത്. ഫ്രഷ് ഭക്ഷ്യവസ്തുക്കൾ, ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വലിയ ശേഖരവും ഇവിടെ ലഭ്യമാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഗ്രാൻഡ് ഹൈപ്പർ CEO മുഹമ്മദ് സുനീർ, DRO തക്സീർ അലി, ഷരീഫ് BC തുടങ്ങിയവരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. UAEയിൽ റീറ്റെയിൽ സേവനം നഗരാതിർത്തികളിലേക്കും വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി അബുദാബി ബനിയാസ് വെസ്റ്റിൽ പുതിയ ലുലു ഡെയിലി തുറന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അൽ വത്ബ മുനിസിപ്പൽ സബ് സെന്റർ ഡയറക്ടർ ഹുനൈദ് റഷീദ് അൽ ദേരി, ഖലീദ് ദിമാസ് അൽ സുവൈദി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 29,000 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഡെയിലിയിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരമാണ് ഉള്ളതെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഷോപ്പിംഗ് സുഗമമാക്കാൻ സെൽഫ് ചെക്കൗട്ട് കൗണ്ടറുകളും മികച്ച പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, CEO സൈഫി രൂപവാല, ഡയറക്ടർമാരെ അബൂബക്കർ, TV നന്ദകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ലോക തൊഴിലാളി ദിനത്തിൽ ജീവനക്കാർക്ക് വേറിട്ടൊരു സമ്മാനവുമായി UAEയിലെ പ്രമുഖ പാക്കേജിംഗ് കമ്പനിയായ ഹോട്ട് പാക്ക്. പ്രതിസന്ധികൾക്കിടയിൽ ജീവനക്കാരുടെ മാനസികോല്ലാസം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഹോട്ട് പാക്കിൽ 1500ഓളം ജീവനക്കാർ ദുബായ് മിറക്കിൾ ഗാർഡനിൽ ഒത്തുകൂടി. വെയർ ഹൗസ്, ഫാക്ടറി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്കായി പ്രത്യേക കപ്പിൾ പാസുകളും കമ്പനി വിതരണം ചെയ്തു. ഗ്രൂപ്പ് CEOയും മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൽ ജബ്ബാർ PB, CTO അൻവർ PB, CEO സൈനുദ്ദീൻ PB തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സൗദിയിൽ അബ്ബഹക്കടുത്തുള്ള സബ്തുൽ ആലായിൽ തിരുവനന്തപുരം സ്വദേശി മരിച്ചു. 51 വയസ്സുള്ള വിഴിഞ്ഞം സ്വദേശി സക്കീറാണ് മരിച്ചത്.
ഹൃദയാഘാതമായിരുന്നു മരണകാരണം. സബ്തുൽ അലായിൽ തുണി അലക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു.